മെയ് 8 കനോസയിലെ വിശുദ്ധ മാഗ്ദലിൻ കന്യക. ജനനം 1774 മാർച്ച് 1 വെറോണയിൽ. മരണം 1835 ഏപ്രിൽ 10 വെറോണയിൽ. ജനിച്ചയുടനെ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന സാഹചര്യത്തിൽ ദുഃഖാർത്തരായ മാർക്കിസ് ഒട്ടാവിയോ തെരേസ ദമ്പതികളുടെ മൂന്നാമത്തെ കുഞ്ഞാണ് കനോസയിലെ വിശുദ്ധ മാഗ്ദലിൻ. തുടർന്നുണ്ടായ കുഞ്ഞും മരിച്ചുപോയെങ്കിലും പിന്നീട് ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചു. മാഗ്ദലിന് 5 വയസ്സുള്ളപ്പോൾ പിതാവ് തൻ്റെ അവധിക്കാല വസതിയിലെ അപകടത്തെ തുടർന്ന് മരിച്ചു. മകൾക്ക് 7 വയസ്സുള്ളപ്പോൾ മാതാവ് 2 കുഞ്ഞുങ്ങളെയും അമ്മായിയപ്പനെ ഏൽപ്പിച്ച് കൊട്ടാരം വിട്ടുപോയി മറ്റൊരു വിവാഹം കഴിച്ചു. പോപ്പ് ഗ്രിഗറി 7-നെയും ഹെൻറി 4 ചക്രവർത്തിയെയും തൻ്റെ കൊട്ടാരത്തിൽ അതിഥിയായി സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച മാഗ്ദലിൻ 1791 മെയ് 2 കാർമലിറ്റ് കോൺവെൻറ്റിൽ ചേർന്നു. 10 മാസങ്ങൾ കഴിഞ്ഞ് തൻ്റെ ദൈവവിളിയിൽ പൂർണ്ണത കണ്ടെത്താനാകാതെ അവൾ മഠം വിട്ട് കൊട്ടാരത്തിലേക്ക് തന്നെ മാറി. അക്കാലയളവിൽ തൻ്റെ കൊട്ടാരത്തിൽ നടന്ന ഒരു വിവാഹത്തിൽ വെച്ച് മാഗ്ദലിൻ 1797 നെപ്പോളിയനെ അതിഥിയായി സ്വീകരിച്ചു. പിന്നീട് 1805 1807 നെപ്പോളിയൻ അതിഥിയായി ആ ഭവനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അലകൾ ഇറ്റലിയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് ഭീതി വിതയ്ക്കുകയും വടക്കൻ പ്രദേശങ്ങളിലെ ഉപദ്വീപുകളിൽ നെപ്പോളിയൻ്റെ അധിനിവേശം ആരംഭിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭീകര ദുരിതം ദരിദ്രരുടെ ജീവിതത്തിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെ കണ്ടാണ് ഒരു മുൻനിര അഭിഭാഷക കൂടിയായ മാഗ്ദലീന ഡി കനോസ ഇവരെ സംരക്ഷിക്കുക തൻ്റെ ദൗത്യമാണെന്ന ബോധ്യത്താൽ വാഴ്ത്തപ്പെട്ട ലിയോപോൾഡിന നൗഡറ്റ്, വാഴ്ത്തപ്പെട്ട അന്റോണിയോ റോസ്മിനി എന്നിവരെ സമീപിച്ചത്. തുടർന്ന് 1808 ഏപ്രിൽ 1 ഒരു പഴയ കോൺവെൻറ്റ് വാങ്ങി തെരുവോരങ്ങളിൽ അന്തിയുറങ്ങിയിരുന്ന 2 കനോസിയൻ യുവതികളെ അവൾ സംരക്ഷിച്ചു പോന്നു. ആഹാരവും വസ്ത്രവും പഠന സൗകര്യങ്ങളും അവർക്ക് പ്രദാനം ചെയ്തു. 1 മാസത്തിനു ശേഷം മാഗ്ദലിൻ തൻ്റെ കൊട്ടാരം ഉപേക്ഷിച്ച് താൻ വാങ്ങിയ മഠത്തിലേക്ക്, ഇന്ന് സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് എന്നറിയപ്പെടുന്ന മഠത്തിലേക്ക് താമസം മാറ്റി. കൂടുതൽ ആളുകൾ എത്തുകയും അവർ കനോസിയൻ ഡോട്ടേഴ്സ് എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. 1810 മെയ്യിൽ വൈദിക സഹോദരങ്ങളായ അന്റോണിയോ ആഞ്ചലോയെയും മാർക്കോ ആൻ്റോണിയെയും കൂടിക്കാഴ്ച നടത്തിയ ശേഷം തൻ്റെ പ്രവർത്തനത്തിനും മഠത്തിനും മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. ആശുപത്രികളിൽ കഴിയുന്നവരെയും പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്ന ദൗത്യത്തിലേക്ക് ആ സംഘം വളർന്നു. കനോസ ഗ്രാമത്തിലെ പാവപ്പെട്ടവരായ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിൽ നിന്നും സമൂഹം മുഴുവനെയും സംരക്ഷിക്കുന്ന ആതുര ശുശ്രൂഷയെ പ്രതി അവൾക്ക് മഠം തുടങ്ങുവാൻ മാർപ്പാപ്പയുടെ അനുമതി ലഭിച്ചു. സ്ത്രീകളെപ്പോലെ തന്നെ പുരുഷന്മാരും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മാഗ്ദലിൻ ഫാദർ ഫ്രാൻസിസ്കോ ലൂസിയോട് വെനീസിലെ തങ്ങളുടെ സാന്റാ ലൂസിയ കോൺവെൻറ്റിനോട് ചേർന്ന് ഒരു ചെറിയ ചാപ്പൽ തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. 1831 മെയ് 23 മറ്റ് 2 യുവാക്കളോടൊപ്പം ഫാദർ ഫ്രാൻസിസ്കോയും സിസ്റ്റർ മാഗ്ദലിനും പുരുഷന്മാരുടെ സന്യാസ സഭയ്ക്ക് ആരംഭം കുറിച്ചു. തൻ്റെ സന്യാസ സമൂഹങ്ങൾക്ക് മാർപ്പാപ്പ അനുവാദം നൽകിയെങ്കിലും ഔദ്യോഗിക അംഗീകാരം നൽകും മുമ്പ് മാർപ്പാപ്പമാർ മരിച്ചത് അവളെ നിരാശപ്പെടുത്തിയെങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് തങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി. ആ സമൂഹത്തിൽ നിന്നാണ് പിന്നീട് പാത്രിയാർക്കിസ്മാർ ഉൾപ്പെടുന്ന വലിയ സമൂഹം രൂപപ്പെട്ടത്. 1834 അവസാനം മാഗ്ദലിൻ വെനീസിൽ നിന്നും വെറോണയിലേക്ക് പോകുവാൻ തീരുമാനമെടുത്തു. രോഗാതുരയായ തൻ്റെ മരണം പ്രവചിച്ച വിശുദ്ധ മാഗ്ദലീന വെറോണയിൽ വെച്ച് 1835 ഏപ്രിൽ 10 മരണമടഞ്ഞു. തുടർന്ന് അനേകം അത്ഭുതങ്ങൾ വിശുദ്ധയുടെ മധ്യസ്ഥത്താൽ നടന്നു. മാർപ്പാപ്പമാരുടെ അംഗീകാരത്തിനായി കാത്തിരുന്നതുപോലെ വിശുദ്ധീകരണ നടപടികളും വൈകിയാണ് പൂർത്തിയായത്. ഇക്കാലയളവിൽ ആ വൈദിക സമൂഹം ബ്രസീലിലും ഇന്ത്യയിലും എത്തിയിരുന്നു. 1988 ഒക്ടോബർ 2 ജോൺ പോൾ 2 മാർപ്പാപ്പ കനോസയിലെ മാഗ്ദലിനെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. വചനം സഖറിയ 10-1 വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. വിചിന്തനം: നാം ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമുള്ളതാണെങ്കിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും പതറാതിരിക്കുക. ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വവുമായി മുന്നോട്ട് പോവുക. വിശുദ്ധരുടെ മാതൃക കണ്ടുപഠിക്കുവാനും അടുത്ത തലമുറയ്ക്ക് അത് കൈമാറിക്കൊടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം.